നമസ്കാരം. ലോകത്തെ ഏറ്റവും അധികം ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളിലൊന്ന് നമ്മുടെ ഭാരതം തന്നെയാണ്. നമുക്ക് ആവശ്യമുള്ളതിന്റെ 85% ക്രൂഡ് ഓയിൽ നമ്മൾ ഇറക്കുമതി ചെയ്യുകയാണ് ചെയ്യുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി റഷ്യയുമായാണ് ഇന്ത്യ ഏറ്റവും അധികം ഈ എണ്ണ വ്യാപാരത്തിൽ വലിയ ബന്ധം പുലർത്തി വരുന്നത്. പക്ഷേ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി റഷ്യയിൽ നിന്നുള്ള ക്രൂഡ് ഓയിലിന്റെ ഇറക്കുമതി ഗണ്യമായി കുറയുന്നു എന്ന തരത്തിലുള്ള ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഇതേ ചുറ്റിപ്പറ്റി പല അഭ്യൂഹങ്ങളും വന്നിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടെണ്ണം: ഒന്ന്, പേയ്മെന്റുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ ഇന്ത്യയും റഷ്യയും തമ്മിൽ നിലനിൽക്കുന്നുണ്ട്. ചൈനീസ് യുവാനുമായി ബന്ധപ്പെടുത്തിയുള്ള ഒരു പ്രശ്നമായിരുന്നു അത്. മറ്റൊന്ന്, ചെങ്കടലിൽ ഹൂതികളുടെ ആക്രമണം വർദ്ധിക്കുന്നത് മൂലമാണ് ഇത്തരത്തിൽ ക്രൂഡ് ഓയിലിന്റെ ഇറക്കുമതി ഇന്ത്യ റഷ്യയിൽ നിന്നുള്ളത് കുറച്ചിരിക്കുന്നത് എന്ന തരത്തിൽ പല അഭ്യൂഹങ്ങളും പുറത്തേക്ക് വന്നിരുന്നു. പക്ഷേ ഈ അഭ്യൂഹങ്ങളിലൊക്കെ ഇപ്പോൾ കൃത്യമായ ഒരു വിശദീകരണം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു. കേന്ദ്രമന്ത്രിയായ ഹർദീപ് സിംഗ് പുരി തന്നെയാണ് കൃത്യമായ വിശദീകരണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഇന്ത്യ എണ്ണ ഇറക്കുമതി ഓപ്ഷനുകൾ വൈവിധ്യവൽക്കരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്നും ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ആരാണോ ക്രൂഡ് ഓയിൽ രാജ്യത്തിന് വാഗ്ദാനം ചെയ്യുന്നത് അവരിൽ നിന്നും എണ്ണ വാങ്ങും എന്നുമാണ് നിലവിൽ ഹർദീപ് സിംഗ് പുരി പറഞ്ഞിരിക്കുന്നത്. പ്രതിദിനം ഉപയോഗിക്കുന്ന 5 ദശലക്ഷം ബാരൽ നമ്മൾ റഷ്യയിൽ നിന്നും പ്രതിദിനം 1.5 ദശലക്ഷം ബാരൽ എണ്ണ വാങ്ങുന്നുണ്ടായിരുന്നു. അവർ അതേസമയം കിഴിവ് നൽകുന്നില്ല. മികച്ച ഡിസ്കൗണ്ടുകൾ റഷ്യ നൽകാത്തത് മൂലമാണ് ഇപ്പോൾ ഈ ഒരു വ്യാപാരത്തിൽ ഗണ്യമായ കുറവ് വന്നിരിക്കുന്നത് എന്നാണ് കേന്ദ്ര സർക്കാർ വിശദീകരിക്കുന്നത്. യുക്രൈൻ യുദ്ധകാലത്ത് പല രാജ്യങ്ങളും ഉപരോധം ഏർപ്പെടുത്തിയതിനു ശേഷമാണ് വലിയ വിലക്കിഴിവിൽ ഇന്ത്യക്ക് റഷ്യ എണ്ണ വിൽക്കാൻ തുടങ്ങിയത്. ആകർഷകമായ വിലക്കുറവ് കാരണം തന്നെയാണ് റഷ്യയിൽ നിന്നും കൂടുതൽ ക്രൂഡ് ഓയിൽ ഇന്ത്യ വാങ്ങാൻ തുടങ്ങിയതും. അതേസമയം തന്നെ ചെങ്കടൽ പ്രതിസന്ധി ഇന്ത്യയിലെ ഇന്ധന വിതരണത്തെ ബാധിച്ചിട്ടില്ല എന്നുകൂടി ഹർദീപ് സിംഗ് പുരി വ്യക്തമാക്കിയിട്ടുണ്ട്. ചില വിതരണക്കാർ അവരുടെ റൂട്ട് മാറ്റി ഇപ്പോൾ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പിലൂടെയാണ് വരുന്നത്. ചെങ്കടലും സൂയസ് കനാലും ഒഴിവാക്കുന്നത് വലിയ യാത്രാ ദൈർഘ്യം വർദ്ധിപ്പിക്കുന്നുണ്ട്. എങ്കിൽ പോലും സൂയസ് കനാൽ ട്രാൻസിറ്റ് ഫീസ് നൽകേണ്ടതില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ദൂരം വർദ്ധിക്കുന്നതിനോടനുസരിച്ച് ചിലവ് കൂടുന്നില്ല എന്നുകൂടി കേന്ദ്രം പറയുന്നുണ്ട്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തന്നെ രാജ്യത്ത് പെട്രോൾ ഡീസൽ വിലകൾ കുറയ്ക്കുമെന്നും ധനമന്ത്രാലയം ഇതുമായി സംബന്ധിച്ചുള്ള നിർദ്ദേശം തയ്യാറാക്കുമെന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. പക്ഷേ അത്തരത്തിലുള്ള പദ്ധതികളൊന്നും നിലവിൽ കേന്ദ്രത്തിന് ഇല്ല എന്നുകൂടി പുരി വ്യക്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ ഇന്ത്യയും റഷ്യയും തമ്മിൽ എന്തോ ഒരു പിണക്കമുണ്ട്, അല്ലെങ്കിൽ വലിയ എന്തോ പ്രശ്നം ഉടലെടുക്കുന്നുണ്ട് എന്ന് ചിന്തിച്ചവർക്കൊക്കെ ഒരു തിരിച്ചടിയാണ് നിലവിൽ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും എത്തിയിരിക്കുന്ന ഈ വിശദീകരണം. ന്യൂസ് ഡെസ്ക് മലയാളം.